നല്ല ചൂട് പെറോട്ട എടുത്തേ ഇങ്ങനെ പിച്ച് പിച്ച് പ്ലേറ്റിലിട്ടിട്ട് അതിലോട്ട് നല്ല ക്രീമി ടേസ്റ്റി ബട്ടർ ചിക്കനും കൂടെ ഒഴിച്ച് ആ കറിയിലൊന്ന് പെറോട്ട ഇങ്ങനെ മുക്കിയെടുത്ത് കഴിക്കാനുണ്ടല്ലോ എന്ത് ടേസ്റ്റല്ലേ. അപ്പോൾ വായോ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത്, തൈര്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ നാരങ്ങ നീര്, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം കേട്ടോ. സംഭവം ഇത് ബട്ടർ ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ പീസസ് ഒന്നും അല്ല. ഞാൻ കട്ട്ലറ്റിനും സമൂസയ്ക്കൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം തോലും കഷ്ണങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിലോട്ട് ബട്ടർ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രൈ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അടുത്ത് വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റുക, തക്കാളി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക, മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടെ ഇടാം. ബട്ടർ ചിക്കനിൽ ആരെങ്കിലും മല്ലിയില ഇടുമോയെന്ന് ചിന്തിക്കേണ്ട. മല്ലിയില ഇല്ലാതെ എനിക്കൊരു കളിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി അതേ പാനിൽ കുറച്ച് ബട്ടർ ഒഴിക്കുക, ഈ അടിച്ചെടുത്ത് മിക്സ് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. സംഭവം സെറ്റാണ്. ലാസ്റ്റായിട്ട് കസൂരി മെത്തിയും കൂടെ ഇട്ടാൽ അടിപൊളി ക്രീമി ബട്ടർ ചിക്കൻ റെഡിയാണേ.